നമ്മളിനി കോഷീസ് തിയറം ഫോർ എ റെക്റ്റാങ്കിൾ ആണ് നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആദ്യം നമുക്ക് റെക്റ്റാങ്കിൾ എന്താണെന്നുള്ളത് നോക്കാം. സോ ഇപ്പോൾ സപ്പോസ് കൺസിഡർ ഫോർ ഇൻഇക്വാളിറ്റീസ്, അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബിയും സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടിയും. അപ്പം ഇവിടെ എയും ബിയും സിയും ഡിയും എല്ലാം തന്നെ റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു എക്സ് വൈ ആക്സിസിനകത്തേക്ക് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിലായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. വൈയിനെ പറ്റി അവിടെ ഒന്നും തന്നെ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ളൊരു സ്ട്രിപ്പായിട്ടായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ സി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് വൈയുടെ ഒരു റെസ്ട്രിക്ഷനാണ് തന്നിരിക്കുന്നത്. അത് സിക്കും ഡിക്കും ഇടയിലായിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എക്സിൻ്റെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സോ എക്സ് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രിപ്പായിട്ട് കിടക്കും. അപ്പം ഈ രണ്ട് സ്ട്രിപ്സും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്നതൊരു ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ അവിടെ ഒരു റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ എക്സ് എന്ന് പറയുന്നത് എ തൊട്ട് ബി വരേക്കും, വൈ എന്ന് പറയുന്നത് സി തൊട്ട് ഡി വരേക്കുമായിരിക്കും വേരി ചെയ്യുന്നത്. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിനെയാണ് നമ്മൾ ഡോ ആർ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി കോഷീസ് തിയറം ഫോർ റെക്റ്റാങ്കിൾ പറയുന്നത്, സപ്പോസ് എഫ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ഒരു റെക്റ്റാങ്കിളിൽ, ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിളിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലറ്റിക്കാണ്. അങ്ങനെയാണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നമ്മൾ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫിലേക്ക് നോക്കാം. സോ സപ്പോസ് ആദ്യം നമ്മൾ ഇൻറ്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് നമ്മൾ മറ്റൊരു പേര് വിളിക്കുകയാണ്, ഈറ്റ ഓഫ് ആർ എന്ന് വിളിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ആർ എന്ന് പറയുന്ന ഒരു റെക്റ്റാങ്കിളാണ്. സോ ഇതാണ് നമ്മളുടെ ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ. ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൽ ഞാനിപ്പോൾ 4 കോൺഗ്രുവൻ്റ് റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതായത് ഇതിൻ്റെ മിഡ് പോയിൻറ്റ്സിൽ നിന്ന് ഞാൻ ലൈൻസിന് ജോയിൻ ചെയ്യുമ്പം എനിക്കിവിടെ ഒരു 4 റെക്റ്റാങ്കിൾസ് കിട്ടും. ആ ഓരോ റെക്റ്റാങ്കിൾസിനെ ഞാനിപ്പം R1, R2, R3, R4 എന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഡയറക്ഷൻ പോകുന്നത് എന്താ ഈ ഒരു രീതിയിൽ വരും, പിന്നെ ഇങ്ങോട്ടേക്ക് ഒരു കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ പോകുന്നത്. ഇപ്പം ഞാനതിനെ 4 റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഓരോ റെക്റ്റാങ്കിൾസിൻ്റെയും ഡയറക്ഷൻ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്? ഇങ്ങനെ താഴേക്ക് വന്ന് ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ R1 എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ആ ഒരു ഡയറക്ഷൻ. ഓക്കെ, അപ്പം സപ്പോസ് ഞാനിപ്പം R1 എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററാണ്. അപ്പോൾ നമുക്ക് ഡോ R1. അപ്പോൾ ഡോ R1ൽ ഞാനിപ്പോൾ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? ഇൻറ്റഗ്രൽ ഡോ R1 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറയുന്നത് ഈറ്റ ഓഫ് R1 എന്ന് പറഞ്ഞ് എനിക്ക് കിട്ടും. അങ്ങനെ ഓരോ റെക്റ്റാങ്കിൾസിനെയും എനിക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാനിപ്പം 4 റെക്റ്റാങ്കിൾസിന് സെപ്പറേറ്റ് ആയിട്ട്, ഓരോ റെക്റ്റാങ്കിൾസിനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡോ R1ൻ്റെ പെരിമീറ്റർ വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പെരിമീറ്റർ എങ്ങനെയായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ പോകുന്നത്? ഈ രീതിയിലായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ R2ൻ്റേതാണെങ്കിലും അതേപോലെ തന്നെ ഈ ഡയറക്ഷനായിരിക്കും വരുന്നത്. R3ക്കും ഇതേ ഡയറക്ഷനായിരിക്കും, R4നും ഇതേ ഡയറക്ഷനായിരിക്കും. അപ്പോൾ ഈ ഓരോ റെക്റ്റാങ്കിൾസിൻ്റെ പെരിമീറ്റർ വെച്ചിട്ട് ഞാൻ ഫംഗ്ഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈറ്റ ഓഫ് R1, ഈറ്റ ഓഫ് R2, അതുപോലെ തന്നെ ഈറ്റ ഓഫ് R3, അതുപോലെ തന്നെ ഈറ്റ ഓഫ് R4, ഇങ്ങനെ 4 എണ്ണം എനിക്ക് കിട്ടും. ഇനി ഈ 4 എണ്ണത്തിനെയും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഇതിനെ സം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഈ മൊത്തത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ ഇൻറ്റഗ്രേഷൻ തന്നെയായിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ഇപ്പം ഈ ഒരു ഡയറക്ഷൻ മാത്രം ഒന്ന് നോക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ലൈനിനെ ഞാനിപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ സപ്പോസ് ഇത്രയും പോർഷനെ ഞാനിപ്പോൾ ഒരു ഗാമ എന്ന് വിളിക്കുകയാണെന്ന് വിചാരിക്കാം. അതായത് ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്നായിരിക്കും എനിക്ക് കിട്ടുന്നത്. അതേസമയം അതിൻ്റെ തൊട്ട് താഴെ അതേ ലൈനിനെ തന്നെ നമ്മൾ R3 എന്ന് പറയുന്ന റെക്റ്റാങ്കിളിനെ R3 എന്ന് പറയുന്ന പെരിമീറ്ററിൻ്റെ വെച്ചിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമ്മൾ ചെയ്യുന്ന എന്താണ്? ഡയറക്ഷൻ അവിടെ തിരിഞ്ഞാണ് വരുന്നത്. അതായത് ഈ ഡയറക്ഷനിൽ നമ്മളിതിനെ ഗാമ എന്ന് വിളിക്കുകയാണെങ്കിൽ ഈ ഡയറക്ഷനിൽ അത് നമുക്ക് മൈനസ് ഗാമ ആയിരിക്കും. ഓക്കെ, അതായത് അവിടെ നമ്മളിപ്പോൾ ഒരു മൈനസ് ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മൈനസ് ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് ഇൻറ്റഗ്രൽ ഓവർ ഗാമ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഞാൻ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ മൊത്തത്തിലുള്ള ഒരു പെരിമീറ്റർ വെച്ചിട്ട് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും ഇതിൻ്റെ വാല്യൂയും കൂടി ഞാനിപ്പോൾ സം ചെയ്യുവാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഇൻറ്റഗ്രലിൻ്റെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ഈ റെക്റ്റാങ്കിളിൽ ഇവിടുത്തേത്.
ഓക്കെ. സോ ഈ ഒരു റെക്റ്റാങ്കിളിൽ ഈ ഓരോ പോർഷനിലും ഓരോ വാല്യൂസ് ഉണ്ടായിരിക്കും. സോ ഈ ഒരു കർവിന് നമുക്കൊരു വാല്യൂ കിട്ടും. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ഈ റെക്റ്റാങ്കിളിൽ നമ്മൾ വാല്യൂ കാണുമ്പോൾ. അപ്പോൾ ഇവർ രണ്ടുപേരും അവിടെ ക്യാൻസലായിപ്പോയി. അതുപോലെ തന്നെ ഈ ഒരു ലൈനിന് റെക്റ്റാങ്കിൾ R1ൽ കിട്ടുന്ന വാല്യൂവിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും R2ൽ കിട്ടുന്ന വാല്യൂ. സോ ഇത് രണ്ടും അവിടെ ക്യാൻസലായിപ്പോയി. അങ്ങനെ ഈ അകത്തുള്ള 4 ലൈൻസിൻ്റെയും ഇൻ്റഗ്രൽ വാല്യൂസ് ക്യാൻസലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? ഈ പുറത്തുള്ള ഇത്രയും ലൈൻസിൻ്റെ വെച്ചിട്ടുള്ള ഇൻ്റഗ്രേഷനാണ്. ഈ പുറത്തുള്ള ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താണ്? R എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ തന്നെ പെരിമീറ്ററാണ്. അതായത് നമുക്കിപ്പോൾ പറയാനായിട്ട് പറ്റും ഈറ്റ ഓഫ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റ ഓഫ് R1 പ്ലസ് ഈറ്റ ഓഫ് R2 പ്ലസ് ഈറ്റ ഓഫ് R3 പ്ലസ് ഈറ്റ ഓഫ് R4 എന്ന് പറയാൻ പറ്റും. അതായത് ഇവരുടെ 4 പേരുടെ നമ്മൾ ആഡ് ചെയ്യുമ്പം ആക്ച്വലി R1ൻ്റേത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ലൈനും കൂടി ഈ ഒരു ലൈനിൻ്റെ ഇൻ്റഗ്രേഷൻ നമുക്കിവിടെ കിട്ടും. പക്ഷേ R3യുടേത് നമ്മൾ ആഡ് ചെയ്യുമ്പം ഇതവിടെ ക്യാൻസലാവും, R2ൻ്റേത് ആഡ് ചെയ്യുമ്പം ഇതും അവിടെ ക്യാൻസലാവും. അങ്ങനെ ഇതെല്ലാം ക്യാൻസലായിട്ട് അവസാനം പെരിമീറ്റർ ഓഫ് R വെച്ചിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും ഈ 4 പേരുടേതും സെപ്പറേറ്റ് ആയിട്ട് പെരിമീറ്റർ വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പം ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രേഷൻ നിങ്ങളൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഓരോന്നിൻ്റെയും ഇൻ്റഗ്രേഷൻ പറയുന്നത് ഈറ്റ ഓഫ് R1, ഈറ്റ ഓഫ് R2, ഈറ്റ ഓഫ് R3, ഈറ്റ ഓഫ് R4 ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം. സോ ഈറ്റ ഓഫ് R എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഈറ്റ ഓഫ് ആർ കെ എന്ന് പറയുന്നത് ഈറ്റ ഓഫ് R1, R2, R3, R4 ആയിരിക്കും. ഒന്നെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സാക്ട്ലി ഈറ്റ ഓഫ് ആറിൻ്റെ എക്സാക്ട്ലി നമ്മൾ 1/4 ആയിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിളിൻ്റെ എങ്കിലും ഇൻ്റഗ്രേഷൻ വാല്യൂ എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനേക്കാളും കൂടുതലായിരിക്കും എന്ന് പറഞ്ഞാൽ, അതായത് ദറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ കെ എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ. അതായത് ഒന്നെങ്കിൽ ഇതിലെ ഏതെങ്കിലും ഒരു സബ് റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് മൊത്തത്തിലുള്ള ഇൻ്റഗ്രേഷൻ്റെ എക്സാക്ട്ലി 1/4 ആയിരിക്കും. അതല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാളുടെയെങ്കിലും കൂടിയും കുറഞ്ഞുമായിരിക്കും. അതായത് ഏതെങ്കിലും ഒരു റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രേഷനെങ്കിലും ഇതിൻ്റെ 1/4 കൂടുതലായിരിക്കും. സപ്പോസ് അങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അതിനെ നമ്മളിപ്പം R1 എന്ന് വിളിച്ചു. അതായത് നമുക്കിപ്പം ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R എന്ന് കിട്ടും. ഇതിന് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഇപ്പം നമുക്ക് ഏതോ ഒരു സബ് റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ബാക്കിയുള്ളതിനേക്കാളും, അതായത് ബാക്കിയുള്ള ആ ഒരു 3 സബ് റെക്റ്റാങ്കിൾസിൻ്റെ വാല്യൂവിനേക്കാളും കുറച്ച് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ സപ്പോസ് അതിനെ നമ്മളിപ്പോൾ R1 എന്ന് വിളിച്ചു. ഇനി ആ കിട്ടിയിരിക്കുന്ന സബ് റെക്റ്റാങ്കിളിനെ വീണ്ടും നമ്മൾ 4 കോൺഗ്രുവൻ്റ് റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇതേ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞതുപോലെ ഈറ്റ ഓഫ് R1ൻ്റെ ഒരു 1/4 വാല്യൂവിനേക്കാളും ഒന്നെങ്കിൽ എല്ലാവരും തന്നെ ഈക്വൽ ആയിരിക്കും. അതായത് ഇത്രയും ഒരു സബ് റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എന്ന് പറയുന്നതാണ് ഈറ്റ ഓഫ് R1. അപ്പോൾ ആ ഈറ്റ ഓഫ് R1ൻ്റെ 1/4 എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് ഇതിലുള്ള ഓരോ സബ് റെക്റ്റാങ്കിൾസിൻ്റെയും വാല്യൂ കിട്ടും. അതല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരാളുടെ വാല്യൂ എങ്കിലും ഇതിനേക്കാളും കൂടിയായിരിക്കും നിൽക്കുന്നത്. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ അയാളെ ഞാനിപ്പം ഈറ്റ ഓഫ് R2 എന്ന് വിളിച്ചു. ഓക്കെ. അങ്ങനെ ഒരു സബ് റെക്റ്റാങ്കിൾ ഉണ്ടെങ്കിൽ അയാളെ ഞാനിപ്പം R2 എന്ന് വിളിച്ചു. അതായത് ദാറ്റ് ഈസ് ഈറ്റ ഓഫ് R2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 ഈറ്റ ഓഫ് R1. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മളിപ്പം R1 എന്നും R2 എന്ന് പറയുന്ന 2 റെക്റ്റാങ്കിൾസ് കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഒരു റിലേഷൻ നോക്കുകയാണെങ്കിൽ R എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലുത്, R1 അതിന് ശേഷം വലുതായിട്ടുള്ള R2 എന്ന് പറയുന്നത് അതിനകത്തുള്ളതായിരിക്കും. സോ R ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് R1, സൂപ്പർ സെറ്റ് ഓഫ് R2 എക്സെട്ര. സോ ഈ പ്രോസസ്സ് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നെസ്റ്റഡ് റെക്റ്റാങ്കിൾസ് കിട്ടും. ദാറ്റ് ഈസ് R ഈസ് എ സൂപ്പർ സെറ്റ് ഓഫ് R1, സൂപ്പർ സെറ്റ് ഓഫ് R2, സൂപ്പർ സെറ്റ് ഓഫ് എക്സെട്ര, സൂപ്പർ സെറ്റ് ഓഫ് Rn-1, സൂപ്പർ സെറ്റ് ഓഫ് Rn, സൂപ്പർ സെറ്റ് ഓഫ് എക്സെട്ര. ഓക്കെ. സച്ച് ദാറ്റ് ഇതിൻ്റെ ഈ ഒരു റിലേഷൻ്റെ ജനറൽ ഫോം എടുത്തു കഴിഞ്ഞാൽ ഈറ്റ ഓഫ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn-1 എന്ന് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഈ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn-1ന് ഇതേ റിലേഷൻ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആ റിലേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn-1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4 1/4 മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn-2. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരും. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈറ്റ ഓഫ് Rn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n ഇൻറ്റു മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R എന്ന് നമുക്ക് കിട്ടും.
ഇതിന് നമ്മൾ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഇപ്പം നമുക്ക് ഇത്രയും റെക്റ്റാങ്കിൾസിനെ നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കറിയാം നമുക്ക് ഇൻ്റർസെക്ഷൻ തിയറം വെച്ചിട്ട് കാൻഡേഴ്സ് ഇൻ്റർസെക്ഷൻ തിയറം വെച്ചിട്ട് നമുക്കറിയാം ഈ ഒരു റെക്റ്റാങ്കിൾസ് എല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. ഓക്കെ, സോ ക്ലോസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻ്റർസെക്ഷനകത്ത് എക്സാക്ട്ലി ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. ഓക്കെ, സോ ആ ഒരു തിയറം വെച്ചിട്ട് നമുക്ക് പറയാം ഈ എല്ലാ റെക്റ്റാങ്കിൾസിൻ്റെയും അകത്തായിട്ട് കോമൺ ആയിട്ട് R* എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ടായിരിക്കും. നൗ കൺസിഡർ സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് Z - Z* ലെസ് ദാൻ ഡെൽറ്റ. അതായത് നമുക്കറിയാം ഈ Z* എന്ന് പറയുന്നത് എല്ലാ റെക്റ്റാങ്കിൾസിൻ്റെയും അകത്തുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പം ഞാനിപ്പം ഏതെങ്കിലും ഒരു ഡെൽറ്റ എടുക്കുകയാണെങ്കിൽ Z* നിന്ന് ആ ഒരു ഡെൽറ്റ വരേക്കുമുള്ള ഡിസ്റ്റൻസിൻ്റെ അകത്ത് നമുക്ക് ഇനി ഒരു റെക്റ്റാങ്കിളിനെ കൂടി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ സപ്പോസ് നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് ഞാനിപ്പോൾ ഡെൽറ്റ എന്ന് എടുക്കുന്നത്. അതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സിനെയുമാണ് ഞാനിപ്പോൾ Z എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഒരു ഏരിയയ്ക്കകത്ത് ഇനിയും നമുക്ക് റെക്റ്റാങ്കിൾസിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സപ്പോസ് ഇവിടെയാണ് എൻ്റെ ഇത്രയും ഒരു ഡിസ്റ്റൻസാണ് ഞാനിപ്പോൾ ഡെൽറ്റ എന്ന് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് Z* കണ്ടെയ്ൻ ചെയ്യുന്നത് പോലെ വീണ്ടും ചെറിയ റെക്റ്റാങ്കിൾസിനെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതായത് Rn എന്ന് പറയുന്നത് എവിടെയുണ്ട്? മോഡുലസ് ഓഫ് Z - Z* ലെസ് ദാൻ ഡെൽറ്റയ്ക്കകത്ത് എപ്പോഴും ഉണ്ട്. n വലുതാകുന്നതിനനുസരിച്ച് ഞാൻ ഏത് ഡെൽറ്റ എടുത്തു കഴിഞ്ഞാലും മോഡുലസ് ഓഫ് Z - Z* ലെസ് ദാൻ ഡെൽറ്റയ്ക്കകത്ത് ഒരു Rn ഉണ്ടായിരിക്കും. അതായത് Rn ഈസ് എ സബ്സെറ്റ് ഓഫ് മോഡുലസ് ഓഫ് Z* - Z ലെസ് ദാൻ ഡെൽറ്റ. നൗ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ R എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ മുഴുവനായിട്ടും അനലറ്റിക് ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ Z* എന്ന് പറയുന്ന പോയിന്റിലും അത് അനലറ്റിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ദാറ്റ് ഈസ് ലിമിറ്റ് Z ടെൻസ് ടു Z* f of Z minus f of Z* ഡിവൈഡഡ് ബൈ Z minus Z* ഈക്വൽ ടു f' of Z*. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ ഇവിടെ നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് വിളിക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 4. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്കിതിനെ f of Z minus f of Z* divided by Z minus Z* minus f' of Z* ഇതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അതായത് ഇവിടെ നിന്ന് നമ്മൾ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇവരുടെ രണ്ടുപേരുടെയും, അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു എപ്സിലോൺ എടുത്തു, അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് പറ്റും സച്ച് ദാറ്റ് ഇവരുടെ രണ്ടുപേരുടെയും വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും വെൻ എവർ മോഡുലസ് ഓഫ് Z minus Z* ലെസ് ദാൻ ഡെൽറ്റ. അതായത് ഈ ഒരു ലിമിറ്റിൽ നിന്ന് നമ്മൾ എഴുതിയതാണത്. സോ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും ഞാനിപ്പോൾ ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് പറ്റും സച്ച് ദാറ്റ് Z അടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു വാല്യൂ ഇതിലേക്ക് അടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡുലസ് ഓഫ് Z minus Z* ലെസ് ദാൻ ഡെൽറ്റ. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തു. അതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ദറ്റ് ഈസ് മോഡുലസ് ഓഫ് f of Z minus f of Z* മൈനസ് നമ്മൾ അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു ദറ്റ് ഈസ് f' of Z* ഇൻറ്റു Z minus Z* ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് Z minus Z* വെനെവർ മോഡുലസ് ഓഫ് Z minus Z* ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. ഈ ഒരു അകത്തുള്ള ഈ ഒരു ടേമിനെ ഞാൻ Rn വെച്ചിട്ട്, അതായത് Rn എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. സോ നമുക്ക് കിട്ടും ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ Rn f of Z minus f of Z* മൈനസ് f' of Z* ഇൻറ്റു Z minus Z* dz. സോ വിച്ച് ഈസ് ഈക്വൽ ടു, സോ ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ Rn f of Z dz മൈനസ് ഇതിനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡോ Rn f of Z* ഇൻറ്റു dz മൈനസ് ഇൻ്റഗ്രൽ ഡോ Rn f' of Z* ഇൻറ്റു Z dz പ്ലസ് ഇൻ്റഗ്രൽ ഡോ Rn f' of Z* into Z* dz. So which is equal to integral dou Rn f of Z dz minus
ഇവിടെ എഫ് ഓഫ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. സോ അതിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഡോ ആർ എൻ ഡി ഇസഡ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പം അതായത് ദറ്റ് ഈസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡോ ആർ എൻ ഡി ഇസഡ് മൈനസ് ഇവിടെയും എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ദറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇൻ്റഗ്രൽ ഡോ ആർ എൻ ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇവിടെ ഈ ഒരു ടേം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഇൻ്റഗ്രൽ that is f dash of z star into integral dou r into z star dz എന്ന് കിട്ടും. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ ഡി സ്റ്റാർ എന്ന് പറയുന്ന ടേം കോൺസ്റ്റൻ്റ് ആണ്. സോ ഇവിടെ ഡി സ്റ്റാറും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് 1 ഇൻറ്റു ഡി സെഡ് എന്ന് മാത്രമായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ വിച്ച് ഈസ് ഈക്വൽ ടു ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി സെഡ് മൈനസ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ ഡി സെഡ്. അപ്പം ആർ എൻ എന്ന് പറഞ്ഞാൽ ഒരു സബ് റെക്റ്റാങ്കിൾ ആണെന്ന് നമുക്കറിയാം. സോ അത് ക്ലോസ്ഡ് ആണ്. അപ്പം നമ്മൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറം വെച്ചിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇവിടെ 1 എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ. സോ അതൊരു അനലറ്റിക് ഫംഗ്ഷനാണ്. നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൽ അതൊരു അനലറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ ആ ഒരു അനലറ്റിക് ഫംഗ്ഷൻ ആ ഒരു റീജിയൻ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഒരു സിംപ്ലി കണക്റ്റഡ് ഡൊമെയിനകത്ത് അനലറ്റിക് ആണെങ്കിൽ അവിടെയുള്ള ഏതൊരു ക്ലോസ്ഡ് കോണ്ടൂറിലും അല്ലെങ്കിൽ ഏതൊരു ക്ലോസ്ഡ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് സോ കോഷീസ് ഇൻ്റഗ്രൽ തിയറം വെച്ചിട്ട് ഇവിടെ നമുക്ക് 1 എന്ന് പറയുന്നത് ഒരു അനലറ്റിക് ഫംഗ്ഷനാണ്. ഡോ ആർ എൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ്. അപ്പോൾ അവിടെ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോൾ ഇവിടുത്തെ കേസും അതേപോലെ തന്നെ. സോ ഇൻ്റഗ്രൽ ഡോ ആർ എൻ ഇസഡ് ഡി ഇസഡ്. സോ ഇസഡ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു അനലറ്റിക് ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3 ടേംസും തന്നെ അവിടെ 0 ആയിപ്പോവും. സോ മിച്ചം ആര് മാത്രമേ വരുള്ളൂ? ഇൻ്റഗ്രൽ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഇതിനെയാണ് നമ്മൾ ഈറ്റ ഓഫ് ആർ എൻ എന്ന് വിളിക്കുന്നത്. സോ വിച്ച് ഇംപ്ലൈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു ഈറ്റ ഓഫ് ആർ എൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ ആയിട്ടാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ മോഡുലസ് ഓഫ് ആർ എൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മോഡുലസ് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഡി ഇസഡ്. ഓക്കെ, സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ മോഡുലസിൻ്റെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇൻഇക്വാളിറ്റി വരും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ ആർ എൻ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് സ്റ്റാർ മൈനസ് എഫ് ഡാഷ് ഓഫ് ഇസഡ് സ്റ്റാർ ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഇസഡ്. ഇവിടെ നമ്മൾ മോഡുലസിനെ സ്പ്ലിറ്റ് ചെയ്തെന്നുള്ളൂ. സോ വിച്ച് ഈസ് ലെസ് ദാൻ. സോ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ 6ാമത്തെ ഇക്വേഷനായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ആണെന്ന്. സോ അത് നമുക്ക് ഇങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ ആർ എൻ ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഇസഡ്. ഇക്വേഷൻ നമ്പർ 6 നിന്നാണ് നമുക്കത് കിട്ടുന്നത്. അതായത് ദാറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഇസഡ് എന്ന് കിട്ടി. ഇനി മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇസഡും ഇസഡ് സ്റ്റാറും തമ്മിലുള്ള ലെങ്ത്തിനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ആർ എൻ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ അകത്ത് ഇസഡിൻ്റെയും ഇസഡ് സ്റ്റാറിൻ്റെയും ഇടയിലുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇസഡ് സ്റ്റാറും ഇസഡും എവിടെയാണ് കിടക്കുന്നതെങ്കിലും ഓക്കെ, സോ ഇതാണ് സപ്പോസ് നമ്മുടെ ഇസഡ് സ്റ്റാർ, ഇതാണ് നമ്മുടെ ഇസഡ് എന്ന് വിചാരിക്കുക. സോ ഇതിൻ്റെ രണ്ടിൻ്റെ ലെങ്ത് എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ ഏത് രണ്ട് ഇസഡിൻ്റെയും ഇസഡ് സ്റ്റാറിൻ്റെയും ലെങ്ത് എടുത്തു കഴിഞ്ഞാലും ഇതെല്ലാം തന്നെ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിനോട് ഒന്നെങ്കിൽ സെയിം ആയിരിക്കും അല്ലെങ്കിൽ അത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് സ്റ്റാർ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡയഗണലിൻ്റെ വാല്യൂ. ഈ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ വാല്യൂ എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ആ ഡയഗണലിൻ്റെ വാല്യൂവിനെ ഞാനിപ്പോൾ ഡി എൻ എന്ന് വിളിക്കുകയാണ്. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഡി എൻ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഇസഡ് എന്ന് കിട്ടും. ഇനി ഇവിടെ ഒരു ഇൻ്റഗ്രൽ ഉണ്ട് ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ ആർ എൻ ഇൻ്റഗ്രൽ ഡോ ആർ എൻ. ഇനി നമുക്കറിയാം ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഗാമ മോഡുലസ് ഓഫ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ ഗാമ എന്ന് പറയുന്ന കർവിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതിനെ നമ്മൾ എൽ ഓഫ് എൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡോ ആർ എൻ മോഡുലസ് ഓഫ് ഡി ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആർ എന്നിൻ്റെ പെരിമീറ്റർ ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ആ പെരിമീറ്റർ ഞാനിപ്പം എൽ എൻ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പം നമുക്ക് സോ വിച്ച് ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് എപ്സിലോൺ ഇൻറ്റു ഡി എൻ ഇൻറ്റു എൽ എൻ എന്ന് നമുക്ക് കിട്ടും. സോ ഇപ്പോൾ മൊത്തത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് ആർ എൻ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഡി എൻ ഇൻറ്റു എൽ എൻ. സപ്പോസ്
സപ്പോസ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നതും ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നതും ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും പെരിമീറ്ററും ആണെന്ന് വിചാരിക്കുക. ഡി എന്ന് പറയുന്ന ഡയഗണലും എൽ എന്ന് പറയുന്നത് പെരിമീറ്ററും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും നമ്മുടെ ഓരോ സബ് റെക്റ്റാങ്കിൾസിൻ്റെയും ഡയഗണലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും നമ്മുടെ ഓരോ സബ് റെക്റ്റാങ്കിൾസിൻ്റെ പെരിമീറ്ററും തമ്മിലുള്ള റിലേഷനും എന്താണെന്നുള്ളത് നോക്കാം. സോ സപ്പോസ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന മൊത്തത്തിലുള്ള നമ്മളുടെ ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ. അപ്പോൾ സപ്പോസ് അതിൻ്റെ ഡയഗണലെ ഞാനിപ്പം ഡി എന്ന് വിളിച്ചു. ഇനി ഇതാണ് നമ്മുടെ ലെങ്ത്ത്, ഇതാണ് നമ്മുടെ ബ്രെഡ്ത്ത് എങ്കിൽ ഇതിൻ്റെ ഒരു സബ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും. അതായത് ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്നാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും, L/2 ആയിരിക്കും. ഈ ഒരു ലെങ്ത്ത് എന്ന് പറയുന്നത് B/2, അതായത് നമ്മുടെ ബ്രെഡ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും. സോ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ സബ് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫോർമുലയല്ല യൂസ് ചെയ്യുന്നത്. അതായത് L/2 the whole square plus B/2 the whole square, അതിൻ്റെ ഹോൾ റൂട്ട് എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് L² + B² എന്നായിരിക്കും കിട്ടുന്നത്. സോ L² + B² റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് നമ്മുടെ ഈ ഒരു മെയിൻ ഡയഗണൽ തന്നെയാണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 1/2 D എന്ന് നമുക്ക് കിട്ടും. സോ അതായത് ഈ ഒരു സബ് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലിൻ്റെ വാല്യൂ ആണ് നമുക്കിപ്പോൾ 1/2 D എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു റെക്റ്റാങ്കിളിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തത് D2 കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1/2² D ആയിരിക്കും. അങ്ങനെ സോ ഇൻ ജനറൽ ക്യാപിറ്റൽ D എന്ന് പറയുന്നത് നമുക്ക്, അല്ലെങ്കിൽ DN എന്ന് പറയുന്നത് ഓരോ സബ് റെക്റ്റാങ്കിൾസിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/2n ഇൻറ്റു ക്യാപിറ്റൽ D എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് പെരിമീറ്റർ നോക്കാം. സോ സപ്പോസ് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന റെക്റ്റാങ്കിൾ. അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സബ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്താണെന്നുള്ളത് നോക്കാം. സോ അവിടെ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. പക്ഷേ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് L/2 ആണ്, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് B/2 ആണ്. സോ 2 ഇൻറ്റു L/2 പ്ലസ് B/2 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് L+B എന്ന് കിട്ടും. അപ്പോൾ L+B എന്ന് പറഞ്ഞാൽ എല്ലിനോട് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. സോ ഇതാണ് നമ്മുടെ L/2 എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ സബ് റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിളിനെ വീണ്ടും നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ട് ഇതേപോലെ പെരിമീറ്റർ കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ എന്തായിരിക്കും കിട്ടുന്നത്? വീണ്ടും ഒരു /2 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് 1/2² ഇൻറ്റു L ആയിരിക്കും നമുക്ക് L2 ആയിട്ട് കിട്ടുന്നത്. അതായത് എല്ലിനെയും നമുക്കിവിടെ ജനറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലിൻ്റെ വാല്യൂ 1/2n ഇൻറ്റു L എന്ന് പറഞ്ഞിട്ട് Nൻ്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ Ln ഈക്വൽ ടു 1/2n ഇൻറ്റു L എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ കിട്ടിയ രണ്ട് നമുക്ക് ഈ ഒരു ഇനിക്വാളിറ്റിക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അല്ലെങ്കിൽ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു 1/2n ഇൻറ്റു D. DN പകരമായിട്ട് 1/2n ഇൻറ്റു D എന്ന് എഴുതാം. അടുത്ത Ln പകരമായിട്ട് 1/2n ഇൻറ്റു L എന്ന് പറഞ്ഞ് എഴുതാം. സോ വിച്ച് ഈസ് ലെസ് ദാൻ, വിച്ച് ഈസ് ഈക്വൽ ടു 1/4n DL ഇൻറ്റു എപ്സിലോൺ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഇതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഇനിക്വാളിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/4n ഇൻറ്റു മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R. ഇങ്ങനൊരു ഇനിക്വാളിറ്റി നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങോട്ടേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇവിടെ നമ്മൾ ഈ ഒരു 4n ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് ഈറ്റ ഓഫ് R ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4n ഇൻറ്റു മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn എന്ന് നമുക്ക് കിട്ടും. ഇനി മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് Rn പകരമായിട്ട് നമുക്ക് ഈ ഒരു വാല്യൂവിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 4n ഇൻറ്റു 1/4n ഇൻറ്റു DL എപ്സിലോൺ. സോ ഇത് ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ദറ്റ് ഈസ് DL എപ്സിലോൺ എന്ന് പറഞ്ഞു കിട്ടും. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നത് ആർബിട്രറി വാല്യൂ ആണ്, ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. പക്ഷേ Dയും L എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R ഈസ് ലെസ് ദാൻ DL എപ്സിലോൺ ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു തിയറമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഏതൊരു എപ്സിലോണിനും ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ എപ്സിലോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് അവിടെ 0 ആയേ പറ്റുള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് അതായത് ഏതൊരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ വാല്യൂ അതിനേക്കാളും ചെറുതാകണമെങ്കിൽ ഈ വാല്യൂ 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഈറ്റ ഓഫ് R ഈസ് ഈക്വൽ ടു 0. സോ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, സോ ഇൻറ്റഗ്രൽ വാല്യൂ ആണ്. അതായത് ഇത് 0 ആകണമെങ്കിൽ ഈറ്റ ഓഫ് Rൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇൻറ്റഗ്രൽ ഓവർ ഡോ R f ഓഫ് z dz എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും.
സോ നമ്മളിപ്പോൾ പഠിച്ച തിയറത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൽ അനലിറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എഫ് ഓഫ് എസ് ഡി സെഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ അനലിറ്റിക് അല്ല, അതായത് ഫൈനൈറ്റ് പോയിൻറ്റ്സിൽ അനലിറ്റിക് അല്ല, ബാക്കി പോയിൻറ്റ്സിലെല്ലാം തന്നെ അനലിറ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ട് റെക്റ്റാങ്കിളിൽ. അതാണ് നമ്മുടെ അടുത്ത തിയറം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. സപ്പോസ് നമുക്ക് ആർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്. പക്ഷേ ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിനകത്ത് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻറ്റീരിയർ പോയിൻറ്റ്സിൽ ഫംഗ്ഷൻ അനലിറ്റിക് അല്ല. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സിനെ മാത്രം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു റെക്റ്റാങ്കിളിലെ ആ ഒരു പോയിൻറ്റ്സിൻ്റെ കളക്ഷനെയാണ് ഞാനിപ്പം ആർ ഡാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആർ ഡാഷിനകത്ത് നമ്മുടെ എഫ് എന്ന് പറയുന്നത് അനലിറ്റിക് ആണ്. ഇനി അപ്പം ആറിനകത്ത് കുറച്ച് പോയിൻറ്റ്സിൽ അനലിറ്റിക് അല്ല, അതിനെ നമ്മളങ്ങ് കളഞ്ഞിട്ട് എടുക്കുന്നയാളാണ് നമ്മുടെ ആർ ഡാഷ്. ഇനി ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് നമുക്ക് അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സിനെയാണ് നമ്മളിപ്പം ടൗ ജെ എന്ന് വിളിക്കുന്നത്. അപ്പം സപ്പോസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ടൗ ജെ ഇസഡ് മൈനസ് ടൗ ജെ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു 0. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്, നമ്മൾ പ്രൂഫിലേക്ക് കിടക്കണം. സോ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്, സപ്പോസ് നമുക്കിപ്പം ഒരൊറ്റ പോയിൻറ്റ് മാത്രമേ അങ്ങനെ അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് ഉള്ളൂ എന്ന് വിചാരിക്കുക. ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ് ഉണ്ടാകാം. സപ്പോസ് അങ്ങനെ ഇപ്പം ഒരു പോയിൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇനിയിപ്പോൾ സപ്പോസ് ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരുപാട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ മൊത്തത്തിലുള്ള റെക്റ്റാങ്കിളിനകത്ത് കുറേ ഫൈനൈറ്റ് പോയിൻറ്റ്സ് ആയിരിക്കുമല്ലോ എന്തായാലും ഈ പറയുന്ന എക്സെപ്ഷണലായിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ ഫൈനൈറ്റ്, ഇപ്പം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിനെ സബ് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഈക്വലി ആയിട്ട് എത്രയും തരത്തിലായിട്ട് നമുക്ക് വേണമെങ്കിൽ സബ് ഡിവൈഡ് ചെയ്യാം. ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ആ സബ് ഡിവിഷൻ എല്ലാം കഴിയുമ്പം നമ്മുടെ റെക്റ്റാങ്കിൾസിൻ്റെ അകത്ത് അറ്റ്മോസ്റ്റ് ഒരു എക്സെപ്ഷണൽ പോയിന്റ് മാത്രം വരുന്ന രീതിയിൽ സബ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇതിപ്പം ഒരു പോയിന്റ് മാത്രം നമ്മൾ എടുത്തിട്ടാണ് ഇപ്പോൾ പ്രൂവ് ചെയ്യുന്നത്. ഇനി അതല്ല, ഒരുപാട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മൊത്തത്തിലുള്ള റെക്റ്റാങ്കിളിനെ ചെറുതായിട്ട് സബ് ഡിവൈഡ് ചെയ്യുക, സച്ച് ദാറ്റ് നമ്മുടെ റെക്റ്റാങ്കിളിനകത്ത് അറ്റ്മോസ്റ്റ് ഒരു പോയിന്റ് മാത്രമേ എക്സെപ്ഷണൽ പോയിൻ്റായിട്ട് വരാനായിട്ട് പാടുള്ളൂ. അതായത് അനലിറ്റിക് അല്ലാത്ത പോയിൻറ്റ്സ് നമ്മുടെ റെക്റ്റാങ്കിൾസിനകത്ത് മാക്സിമം ഒരെണ്ണേ വരാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ സീറ്റ എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ എക്സെപ്ഷണൽ പോയിൻ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ആർ എന്ന് പറയുന്ന റെക്റ്റാങ്കിളിനെ ഞാനിപ്പോൾ ഒന്ന് സബ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ മൂന്നായിട്ട് ഞാൻ സബ് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഈ റെക്റ്റാങ്കിൾസിലൊന്നും തന്നെ നമ്മുടെ സീറ്റയിൽ, നമ്മുടെ ഈ അകത്ത് കിടക്കുന്ന ആർ നോട്ട് എന്ന് പറയുന്ന റെക്റ്റാങ്കിളിൽ മാത്രമാണ് നമ്മുടെ സീറ്റ എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സബ് റെക്റ്റാങ്കിൾ മാത്രം ഞാൻ നോക്കുകയാണെങ്കിൽ കോഷീസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോഷീസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അനലിറ്റിസിറ്റിക്ക് ഒരു പ്രശ്നമില്ല, ആകെ പ്രശ്നമുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ. സോ ഇവിടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ഇൻ്റഗ്രൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഡോ വാട്ട് എവർ ഇറ്റ് ഈസ് ഡോ ആർ എൻ എഫ് ഓഫ് ഇസഡ് ഡി സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ. സോ മൊത്തത്തിൽ ഈ ഒരു സബ് റെക്റ്റാങ്കിൾ വെച്ച് ബാക്കി ഏതിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം തന്നെ കോഷ്യസ് തിയറം വെച്ചിട്ട് വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു, അതായത് മൊത്തത്തിൽ ഞാനിപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അത് ബേസിക്കലി ഇവിടെ മുഴുവൻ 0 ആയിരിക്കും. അപ്പോൾ ആരുടെ വാല്യൂവിനെ ആശ്രയിച്ചിട്ടാണ് ഈ മൊത്തത്തിലുള്ള ഇൻ്റഗ്രൽ നിൽക്കുന്നത്, ഈ ഒരൊറ്റ സബ് റെക്റ്റാങ്കിളിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി സെഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ആർ നോട്ട് എഫ് ഓഫ് ഇസഡ് ഡി സെഡ്. അതായത് ആറിൻ്റെ മൊത്തത്തിലുള്ള ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ സബ് റെക്റ്റാങ്കിളിൻ്റെ ഇൻ്റഗ്രലിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓൾസോ നമ്മൾ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ടൗ ജെ, അതായത് നമ്മുടെ എക്സെപ്ഷണൽ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുമ്പം, അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് അങ്ങോട്ടേക്ക് എടുക്കുമ്പം ഇസഡ് മൈനസ് ടൗ ജെ ഇൻറ്റു എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ 0 ആകണം. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം സീറ്റയിലേക്ക് നമ്മുടെ ഇസഡുകൾ പോകുന്നതിനനുസരിച്ച് ഇസഡ് മൈനസ് സീറ്റ ഇൻറ്റു എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ 0 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ലിമിറ്റ് ഇസഡ് ടെൻസ് ടു സീറ്റ ഇസഡ് മൈനസ് സീറ്റ ഇൻറ്റു എഫ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആണ്. സോ ലിമിറ്റിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്കറിയാം ഇസഡ് സീറ്റയിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇസഡ് മൈനസ് സീറ്റ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് 0യിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് സം ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ ഈസ് ലെസ് ദാൻ ഡെൽറ്റ. ഓക്കെ, അതായത് ഇവരുടെ രണ്ടുപേരുടെയും വാല്യൂ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ഈ വാല്യൂ 0യിലേക്ക് അടുത്തടുത്തായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. സോ ദെയർഫോർ മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ
അതായത് ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ. അവിടുന്ന് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡിനെ മാത്രം ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ ഇസഡ് എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ ഇൻ ആർ നോട്ട്. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ നോട്ട് എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. സോ രണ്ടിടത്തും ഞാനിപ്പം മോഡുലസ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ഈ ഇൻ്റഗ്രൽ വാല്യൂവിനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഡോ ആർ നോട്ട് ഇൻറ്റു മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഇസഡ്. സോ വിച്ച് ഈസ് ലെസ് ദാൻ, സോ തൊട്ട് മുന്നിലായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു മോഡുലസ് ഓഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് സീറ്റ ആണ്. സോ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ നോട്ട് എപ്സിലോൺ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ ഇൻറ്റു മോഡുലസ് ഓഫ് ഡി ഇസഡ്. നോ കൺസിഡർ ഇപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഈ ഒരു സീറ്റ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു റെക്റ്റാങ്കിൾ ഉണ്ടല്ലോ ആർ നോട്ട് എന്ന് പറയുന്നത്. സോ ആർ നോട്ടിനെ ഇപ്പം നമുക്കറിയാം നമ്മൾ സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ആർ നോട്ടിനെ നമ്മൾ കണ്ടുപിടിച്ചെടുക്കുന്നത്. അപ്പം ഈ ഒരു ആർ നോട്ടിനെ ഈ സീറ്റ സെൻറ്റർ ആക്കിക്കൊണ്ടുള്ളൊരു സ്ക്വയർ ആക്കി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഒരൊറ്റ പോയിൻ്റാണുള്ളത്. സോ അതിനെ ബാക്കിയെല്ലാം നമുക്ക് ഡിവൈഡ് ചെയ്ത് മാറ്റി സബ് റെക്റ്റാങ്കിൾസ് ആക്കി മാറ്റി നമുക്ക് ഈ ഒരു ആർ നോട്ടിനെ മാത്രം ഒരു സ്ക്വയർ ആക്കിയിട്ട് സീറ്റ സെൻറ്റർ ആക്കിക്കൊണ്ടുള്ളൊരു സ്ക്വയർ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം അതാണിപ്പോൾ നമ്മുടെ ആർ നോട്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ സീറ്റ എന്ന് പറയുന്നത് സെൻറ്ററാണ്. സപ്പോസ് അതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് എല്ലാണ്. സോ ഇതിപ്പോൾ ഒരു സ്ക്വയർ ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആർ നോട്ട് എന്ന് പറയുന്ന സ്ക്വയറിനകത്ത് ഏതൊരു ഇസഡ് ഞാൻ എടുത്തു കഴിഞ്ഞാലും സോ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ലെങ്ത് എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാക്റ്റ് സെൻറ്ററിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടുള്ള ഏതൊരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് L/2 ആയിരിക്കും. പക്ഷേ അതല്ലാതെ വേറെ എവിടെയാണ് നമ്മളുടെ ഇസഡ് കിടക്കുന്നത്, സപ്പോസ് ഇവിടെയാണ് നമ്മളുടെ ഇസഡ് കിടക്കുന്നതെന്ന് വിചാരിക്കുക, ഈ വാല്യൂ എന്ന് പറയുന്നത് L/2-നേക്കാളും വലുതാണ്. അതുപോലെ തന്നെ ഈ വാല്യൂ എന്ന് പറയുന്നത് L/2-നേക്കാളും വലുതാണ്. ഓക്കെ, അതായത് മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ L/2 ആയിരിക്കും അല്ലെങ്കിൽ L/2-നേക്കാളും വലുതായിരിക്കും. അതായത് എക്സാക്ട്ലി ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ L/2 ആയിരിക്കും. അതല്ലാതെ വേറെ എവിടെയായിട്ടാണ് ഇസഡ് കിടക്കുന്നതെങ്കിലും അവിടെ എല്ലാം തന്നെ വാല്യൂ L/2-നേക്കാളും വലുതായിരിക്കും. സോ മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു L/2 നമുക്ക് പറയാൻ പറ്റും. ദാറ്റ് ഈസ് 1 മോഡുലസ് ഓഫ് ഇസഡ് മൈനസ് സീറ്റ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു L/2 നമുക്ക് പറയാം. അതിങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ലെസ് ദാൻ ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ നോട്ട് എപ്സിലോൺ ഇൻറ്റു 2/L/2. സോ L/2-നെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ 2/L എന്ന് വരും ഇൻറ്റു ഡി ഇസഡ് എന്ന് വരും, മോഡുലസ് ഓഫ് ഡി ഇസഡ്. അപ്പോൾ നമുക്കറിയാം സോ ഇൻ്റഗ്രൽ ഓവർ ഡോ ആർ നോട്ട് മോഡുലസ് ഓഫ് ഡി ഇസഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പെരിമീറ്റർ ആണ്. സോ ഇവിടുത്തെ ഒരു സൈഡ് എന്ന് പറയുന്നതാണ് നമ്മൾ L എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4L ആയിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്കതിനെ എപ്സിലോൺ ഇൻറ്റു എപ്സിലോൺ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ L ഇൻറ്റു 4L എന്ന് നമുക്ക് കിട്ടും. സോ എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 8 എപ്സിലോൺ എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമുക്കിപ്പോൾ അവസാനം കിട്ടിയിരിക്കുന്നത് ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈസ് ലെസ് ദാൻ സം 8 എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അതിനെ ഞാനിപ്പോൾ ഒരു എപ്സിലോൺ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അവിടെ ആ എപ്സിലോൺ എന്ന് പറയുന്നത് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. അപ്പോൾ ഈ ഒരു ഇനിക്വാളിറ്റി അവിടെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് അവിടെ 0 ആയേ പറ്റുള്ളൂ. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കണം, വിച്ച് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഡോ ആർ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും.